ആഴക്കടൽ മീൻപിടുത്ത നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനത്തിനൊരുങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യസമ്പത്ത് വർധനവിനും വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കുമായി ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അഭിഷേക പ്രാർത്ഥന നടത്തി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അഭിഷേക പ്രാർത്ഥന നടത്തി. ആഴക്കടൽ മീൻപിടുത്ത നിരോധനത്തിനു ശേഷം മത്സ്യബന്ധനത്തിനൊരുങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യസമ്പത്ത് വർധനവിനും വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കുമായിട്ടാണ് അഭിഷേക പ്രാർത്ഥന നടത്തിയത്. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. മത്സ്യത്തൊഴിലാളികളും മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരുമായ നിരവധി പേർ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. മത്സ്യബന്ധന ബോട്ടുകളിലും വള്ളങ്ങളിലും കെട്ടുന്നതിനായി വിശുദ്ധ അന്തോണീസിന്റെ ചിത്രം ആലേഖനം ചെയ്ത ആശീർവദിച്ച സംരക്ഷണ പതാക മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ജോളി തപ്പിലടുത്ത്, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹമേ സ്നേഹമേ ശൂന്യമാമെൻ ഹൃദയത്തിൽ വാഴുവാൻ യേശുവേ വന്നിടണേ. ശൂന്യമാമെൻ എല്ലാ മത്സ്യപ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. ബോട്ടിൽ പോകുന്നവർ, വഞ്ചിയിൽ പോകുന്നവർ, കപ്പലിൽ പോകുന്നവർ, കർത്താവേ, കടലിലേക്ക് ചെല്ലുമ്പോൾ ആഴങ്ങളിലേക്ക് വലയിറക്കി അവർ മീൻ പിടിക്കുമ്പോൾ വല നിറയെ മത്സ്യം ലഭിക്കണം. മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതത്തിലെ ബിസിനസ് അനുഗ്രഹിക്കാം, നിന്റെ ജോലി അനുഗ്രഹിക്കാം. എല്ലാ തീരുമാനങ്ങളെയും മുറിച്ച് കാണേ നീ വിജയം നേടും, അനുഗ്രഹിക്കപ്പെടും. ആലപിക്കാം. വഞ്ചിയിൽ കിടന്നുറങ്ങുന്ന ഈശോ ശിഷ്യന്മാർ പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചി കിടന്നുറങ്ങുന്നു. ശക്തമായ കാറ്റ്, മഴ, തിരമാലകൾ വഞ്ചിയിൽ ആഞ്ഞടിച്ച് കയറുന്നു. ഈശോയെ എന്നൊരു വിളിയുണ്ട്. ശിഷ്യന്മാരെ, ഈശോയെ ഞങ്ങൾ മരിക്കാൻ പോകുന്നു, ഞങ്ങൾ തകരാൻ പോകുന്നു. നമ്മൾ ഓർക്കുക, ജീവിതത്തിലെ ശക്തമായ മഴയുള്ള ദിവസമാണ്. മത്സ്യബന്ധന മേഖലയെ, അതുപോലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, അവരുടെ കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ടുള്ള അഭിഷേക പ്രാർത്ഥനയാണ്. ഒപ്പം അവർക്ക് നൽകുവാനുള്ള പതാകയും വെഞ്ചരിച്ച് നൽകുകയാണ്. എല്ലാവരും ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഒത്തിരിയേറെ മക്കളുടെ വരാൻ പതാകയാണ്. രൂപം തെളിഞ്ഞു നിൽക്കുന്ന പതാകയാണ് ബോട്ടിലെ മഞ്ഞിലില്ല ഉയർന്ന പദങ്ങളെ കഥാനാമത്തെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഏറ്റുവല്ല. കഥാവായ ഈശോയെ, കഥാവായ ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മത്സ്യബന്ധന മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ദേവാലയത്തിൽ വന്നിട്ടുള്ള മത്സ്യത്തൊഴിലാളികളായ മക്കള് താൻ്റെ അരികിലേക്ക് വരിക. പുണ്യവാന്റെ ചിത്രം പതിച്ചുകൊണ്ടുള്ള സംരക്ഷണ പതാക നിങ്ങൾക്കായിട്ട് ഇന്നേ ദിനം നൽകുന്നതാണ്. പുണ്യവാന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 6:15 മണിക്കും 8 മണിക്കും 10:30 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും വൈകിട്ട് 5 മണിക്കും 6:30 ദിവ്യബലി, നൊവേന, ആരാധന നടത്തപ്പെടുന്നു. പുണ്യവാന്റെ ചിത്രം പതിച്ചുകൊണ്ടുള്ള സംരക്ഷണ പതാക മത്സ്യബന്ധന മേഖലയിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വഞ്ചിയിലും ബോട്ടിലും സംരക്ഷണമായിട്ടാണ് നമ്മളത് ഉയർത്തുക. ദയവ് ചെയ്ത് മറ്റുള്ളവർ അത് വാങ്ങരുത്. അവർക്ക് പിന്നീട് അത് സ്റ്റാളിൽ നിന്ന് ലഭിക്കുന്നതാണ്. മത്സ്യബന്ധന മേഖലയിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ മാത്രം ഇപ്പോൾ അത്താഴയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് സംരക്ഷണ പതാക വാങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുക. വിശുദ്ധ നന്ദി സൂചകമായി മുൻവർഷങ്ങളിലേതുപോലെ ഈ വർഷവും ജന്മദിന കേക്ക് നാം ഒരുക്കുന്നുണ്ട്. ഈ വർഷം 800 നീളവുമുള്ള ജന്മദിന കേക്കാണ് നാം ഒരുക്കുക. തിരുനാൾ ദിനം വൈകിട്ട് 6:30 തിരുക്കർമ്മത്തിന് ശേഷം